ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ഒക്കെ നോക്കിയിരുന്നു, മാർക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് തരുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നമ്മൾ കമൻറ്റുകൾ കാണാറുണ്ട്, കുറച്ചുകൂടി ടഫ് ആക്കണം ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. പക്ഷേ ആ ഒരു രീതിയിൽ നമ്മൾ ചോദിച്ചിട്ട് പോലും എല്ലാവർക്കും 10ൽ 10 ഒരാൾ പോലും വാങ്ങിയത് വളരെ കുറച്ച്, ഒരാളെന്നല്ല വളരെ കുറച്ച് പേരെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ടഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കോൺഫിഡൻറ്റ് പോകുന്നതാണ്. അപ്പോൾ കോൺഫിഡൻറ്റ് അവർക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ കിട്ടണമെങ്കിൽ അവർക്കൊരു മിനിമം ഒരു 5 ശരിയാക്കുമ്പോൾ എനിക്ക് 5 ശരിയായല്ലോ എന്നുള്ളൊരു തരും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് ടഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 അവർക്ക് കിട്ടി, ബാക്കി പോയി കഴിഞ്ഞാൽ അവർ ഡൗൺ ആയിപ്പോവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ടഫായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തരാത്ത നമുക്ക് ടഫ് തരും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ തരുന്ന PSC പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തരുന്നത്. ഇത്തവണ മലയാളമാണ്. മലയാളത്തിൽ ഇതിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ളതായിരിക്കും. മോക്ക് ടെസ്റ്റ് ചെറിയൊരു മോക്ക് ടെസ്റ്റാണ്, ഒരു 10 മാർക്കിനുള്ള. മലയാളം നമുക്ക് 10 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ 10 മാർക്കിനുള്ള മോക്ക് ടെസ്റ്റ് തന്നെയാണ്. ഈ 10 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേനയും പേപ്പറും എടുത്തോളൂ. 10 ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ ഓപ്ഷൻസ് മാത്രം എഴുതുക. ആദ്യം നമുക്ക് ചോദ്യം പറഞ്ഞു പോകാം, ശേഷം നമുക്ക് അടുത്ത എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം എഴുതുക. നമുക്ക് ചോദ്യം വായിച്ചു തരാം. ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. അഭൂഷണം, ദൂഷണം, വിഭൂഷണം, അനുഭൂഷണം. ഓക്കെ, ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. അഭൂഷണം, ദൂഷണം, വിഭൂഷണം, അനഭൂഷണം. ഏതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, വാക്യശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നതാണ്. അവൻ തോറ്റതിനു കാരണം പഠിക്കാതിരുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേത്, പഠിക്കാതിരുന്നത് കൊണ്ടാണ് അവൻ തോറ്റതിന് കാരണം. പിന്നെയോ, അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നതാണ്. അവൻ തോറ്റതിന് കാരണം അവൻ പഠിക്കാതിരുന്നതാണ്. അപ്പോൾ 4 ഉണ്ട്. അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നത് കൊണ്ടാണ്, പഠിക്കാതിരുന്നത് കൊണ്ടാണ് അവൻ തോറ്റതിന് കാരണം, അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നതാണ്, അവൻ തോറ്റതിന് കാരണം അവൻ പഠിക്കാതിരുന്നതാണ്. ഇതിലേതാണ് ശരി എന്നുള്ളത് ആ ഒരു വാക്യം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ് എന്നുള്ളതാണ്. ആ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് എന്നുള്ളതാണ്. M. മുകുന്ദൻ, സക്കറിയ, ബെന്യാമിൻ, SK പൊറ്റക്കാട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, ഇതിന് സമാനമായ തർജ്ജമ ഏത് എന്നുള്ളതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതൊരാളും തെറ്റിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളാണ്. നോക്കുക, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, മടിയൻ മല ചുമക്കും, മടി കുടി കെടുത്തുന്നു, പിന്നെയോ പയ്യെ തിന്നാൽ പനിയും തിന്നാം. ഓപ്ഷൻസ് ഒന്നുകൂടെ. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, മടിയൻ മല ചുമക്കും, മടി കുടിയെ കെടുത്തുന്നു, പയ്യെ തിന്നാൽ പനയും തിന്നാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസിന് ആ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള ശരിയായിട്ടുള്ള തർജ്ജമ എന്ത് ചെയ്യുക, എഴുതുക. അഞ്ചാമത്തെ ചോദ്യം, ആലത്തൂർ കാക്ക. ഓക്കെ, ഇതൊക്കെ നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കേട്ടോ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശല്യക്കാരൻ, ആശിച്ചു കാലം കഴിയുന്നവൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, പിന്നെയോ കോമാളി. ഓക്കെ, ശല്യക്കാരൻ, ആശിച്ചു കാലം കഴിയുന്നവൻ, അതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, കോമാളി. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എടുത്തെഴുതുക. അടുത്തത്, അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അണിയം എന്ന പദത്തിൻ്റെ, ഇതും ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അനഘം, അമരം, മണിയം, അന്യൂനം. ഓക്കെ, ഇത് 1 തവണ 2 തവണ എന്നല്ല, ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം അനഘം, അമരം, മണിയം, അന്യൂനം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതെടുത്തെഴുതുക. അടുത്തത് 7ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. സമയം കൂടുതൽ വേണ്ടവരെ ജസ്റ്റ് ആ വീഡിയോ പോസ് ചെയ്യുക. നമ്മളെല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവ ആഹ്വാനം നൽകിയ കവി ആരാണ് എന്നുള്ളതാണ്.
ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വയലാർ രാമവർമ്മ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കുമാരനാശാൻ. അപ്പോൾ ഇതിലാരാണ് ഏത് അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന് പറയുന്ന വിപ്ലവാഹ്വാനം നൽകിയത് എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ നോക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വയലാർ രാമവർമ്മ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കുമാരനാശാൻ. ഇവരിൽ ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്തത് 8ാമത്തെ ചോദ്യം. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്ത്? നമുക്ക് ആത്മകഥ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ആത്മകഥ വർഷങ്ങൾക്ക് മുൻപ് എന്നെ തിരയുന്ന ഞാൻ ജീവിതപാത. ഓക്കെ, എൻ്റെ ആത്മകഥ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തിരയുന്ന ഞാൻ ജീവിതപാത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. 9ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം. ഓക്കെ, ശരിയായ പദം കൃത്യമായിട്ടുള്ള അർത്ഥം. ഓക്കെ, അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുക. അർത്ഥങ്ങൾ ഓക്കെ നോക്കുക. അർത്ഥങ്ങളല്ല, ഇവിടെ കറക്റ്റായിട്ട് വാക്ക് കറക്റ്റായിട്ട് എഴുതാനുള്ളതാണ്. വാക്യം ഏത് അല്ലെങ്കിൽ പദം ഏത് എന്നുള്ളതാണ്. അംഗവൈകല്യം എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക? അത് എഴുതുക. ലാസ്റ്റ് 10ാമത്തെ ചോദ്യം. ക്രിയാനാമത്തിൻ്റെ ഉദാഹരണം ഏത്? ക്രിയാനാമത്തിൻ്റെ ഉദാഹരണം ഏത് എന്നുള്ളതാണ്. ഉറക്കം, വീട്, സ്ത്രീ, ആകാശം. ഉറക്കം, വീട്, സ്ത്രീ. ഇത് നമുക്കിത് പിന്നെ കൂടുതൽ പഠിച്ചവരാണെങ്കിൽ പഠിക്കാത്തവരാണെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതും PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. 10 ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 10 ചോദ്യത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്ര കാലം നമ്മൾ നെഗറ്റീവ് എഴുതാതെ എത്ര സ്കോർ ചെയ്തു എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അത് അതേപോലെ തന്നെ എത്ര സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. നെഗറ്റീവ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമ്മൾ പരീക്ഷയല്ലേ, ജസ്റ്റ് മോക്ക് ടെസ്റ്റ് അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യത്തേത് ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഭൂഷണം അല്ലേ. ഭൂഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബാ വെച്ചിട്ടുള്ള അർത്ഥങ്ങളായിരിക്കും നോക്കുക. അല്ല, ഭൂഷണം അതിൻ്റെ വിപരീത പദം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ദൂഷണം. ദായാണ് കേട്ടോ, ദൂഷണം. ഓക്കെ, ഇപ്പോൾ ഭൂഷണം ബായാണ്. ഇത് ദൂഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീത പദം ദൂഷണം എന്നാണ്. അപ്പോൾ ഭൂഷണം, ദൂഷണം. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ശരിയാക്കിയെന്നാന്ന് വിചാരിക്കുന്നു. അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. നോക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിയായ വാക്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാക്കൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് വായിച്ചാൽ ഉത്തരം കിട്ടും. ഓക്കെ, അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നത് കൊണ്ടാണ്. കണ്ടോ, അവൻ തോറ്റതിന് കാരണം, അവൻ തോറ്റത് പഠിക്കാതിരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. അവിടെ കാരണം വീണ്ടും 2 കാരണങ്ങളായി അല്ലേ. നോക്കുക, പഠിക്കാതിരുന്നത് കൊണ്ടാണ് അവൻ തോറ്റതിന് കാരണം. അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നതാണ്. അവൻ തോറ്റതിന് കാരണം അവൻ പഠിക്കാതിരുന്നതാണ്. കേട്ടോ, അവൻ ഒന്നും വേണ്ടല്ലോ. നോക്കുക, അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ സി ആണ്. അവൻ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നതാണ്. അത്രയും മതിയല്ലോ. ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടിയത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ട് ഉത്തരം. അടുത്ത 3 ഏതാണ്? പ്രവാസികളുടെ ഇക്കാലത്തെ നൊമ്പരമായി മാറിയ നജീബ് എന്ന് പറയുന്നത് അല്ലേ. അത് ഏതിലെയാണ്? ആടുജീവിതത്തിലാണല്ലേ. ഈ ആടുജീവിതത്തിൻ്റെ കർത്താവ് ആരാണ്? അത് ബെന്യാമിൻ്റെ ആടുജീവിതത്തിലാണ് നജീബ് എന്ന് പറയുന്ന ആ ഒരു ആരുള്ളത്, ഒരു കഥാപാത്രം ഉള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ 3ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, ബെന്യാമിനാണ്. അടുത്തത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതിൻ്റെ ശരിയായ തർജ്ജമ എന്ന് പറയുന്നത് എന്താണ്? അത് പയ്യെ തിന്നാൽ പനയും തിന്നാം അല്ലേ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് മലയാളം അല്ല നോക്കണ്ട കേട്ടോ. നോക്കുക, അത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ് അതിൻ്റെ 4ാമത്തേതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്തത് നോക്കുക, ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആശിച്ചു കാലം കഴിയുന്നവൻ അല്ലെങ്കിൽ ആശിച്ചു കാലം കഴിയുന്നവൻ എന്നുള്ള രീതിയിലാണ് ഇത് ആലത്തൂർ കാക്ക. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിയുന്നവൻ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം. അണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മണിയം എന്നൊക്കെ പറഞ്ഞ് എഴുതും അല്ലേ. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. മനസ്സിലാക്കുക, അമരം. അണിയം എന്ന് വെച്ചാൽ അതിൻ്റെ വിപരീത പദം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അമരം. അതിവിടെ തന്നെ പഠിക്കുക. അണിയം, അമരം, വിപരീത പദം. ഓക്കെ, 7ാമത്തേത് അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരൻ എന്ന് പറയുന്ന വിപ്ലവാഹ്വാനം നൽകിയത് ആരാണ്? അത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരൻ എന്ന് പറയുന്ന ആ ഒരു വിപ്ലവാഹ്വാനം നൽകിയത് അല്ലേ. അടുത്ത 8ാമത്തെ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ്? എന്നെ തിരയുന്ന ഞാൻ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ എന്ന് പറയുന്നത് എന്നെ തിരയുന്ന ഞാനാണ്. അത് കൃത്യമായിട്ട് ശരിയാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് 9ാമത്തെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം അല്ലേ. ഏതാണ്? അംഗവൈകല്യം. നമ്മളിങ്ങനെ എഴുതുമോ?
ഇത് നമുക്ക് ഇത് രണ്ടും ഇതാണല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തെറ്റാണ്. അതുപോലെ തന്നെ അംഗവൈകല്യം അല്ലേ, അംഗവൈകല്യം നോക്കുക, രണ്ടും തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അംഗവൈകല്യം അല്ലേ, ഈ ഗായാണ്, ഇതല്ല വരേണ്ടത്, ഇതാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അംഗവൈകല്യം കൃത്യമായിട്ട് എഴുതി പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത് നോക്കൂ, ക്രിയാനാമത്തിൻ്റെ ഉദാഹരണം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്, സ്ത്രീ, ആകാശം നോക്കുക, ക്രിയാനാമമാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക ഓപ്ഷൻ എ ഓറൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്, കാരണം മലയാളമല്ലേ, ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട ചോദ്യങ്ങളൊന്നും ഇല്ല. ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ്, ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്. നമ്മൾ PYQ ഒക്കെ ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡയറക്റ്റ് എളുപ്പത്തിൽ നമുക്ക് ഉത്തരം. അപ്പോൾ 10ൽ 10 എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തു തരാം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം, നമുക്ക് റിവിഷൻ ചെയ്യാം. ഞങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളുടെ മാത്രമല്ലാതെ നിങ്ങളിപ്പോൾ സ്വയം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ഓരോ മേഖലകൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തു തരാം. ഓക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, PYQ ഒക്കെ ചെയ്തു തരാനായിട്ട് നമുക്കൊരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള നമ്മളെ സപ്പോർട്ട് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ന്യൂ ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, LPUP ന്യൂ ഇയർ ക്രാഷ് ബാച്ചാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിൽ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷകളും അതുപോലെ തന്നെ ഡെയിലി എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലൈവ് ക്ലാസ്സുകൾ 3 മണിക്കൂർ കിട്ടുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഡീറ്റെയിൽസും ഡെമോ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.